തിരുവനന്തപുരം കളക്ടറേറ്റ് പരിസരത്തേക്ക് പോകുന്നു. അവിടെ തേനീച്ച ആക്രമണത്തിൽ ഒരുപാട് പേർക്ക് പരിക്കുപറ്റി. സബ് കളക്ടർക്കും മാധ്യമപ്രവർത്തകർക്കും അടക്കം ഒരുപാട് പേർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. 79 പേർ പേരൂർക്കട ജനറൽ ആശുപത്രിയിൽ തുടരുകയാണ്. 5 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടുണ്ട്. പ്രതികരണങ്ങൾ. We had an attack from the bees also, and some of our staff has been stung. So we have taken them to various hospitals for necessary medical attention. So how many people got attacked? You got any figure, ma'am? Around seven. So immediately the thing is to get the necessary medical treatment for the people. We are focusing on that, and the people who were stung badly have been taken to medical college. And regarding another beehive, a big beehive is still here. For that we will be contacting the concerned team to get and to come and remove it. ഗൂഗിളിനകത്തുണ്ട്. ഗൂഗിളെ, ഇപ്പോഴെന്താണ് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? ഈ തേനീച്ച കുത്തേറ്റവരുടെ സ്ഥിതി എങ്ങനെയാണ്? നേരത്തെ ഗൂഗിൾ പങ്കുവച്ചപ്പോൾ ഒരാളുടെ സ്ഥിതി ഗുരുതരമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പോഴെങ്ങനെയുണ്ട്? എന്താണ് ഈ തേനീച്ച ആക്രമണം അടങ്ങിയിട്ടുണ്ടോ? ദിവസം എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ ആംബുലൻസിൽ ആളുകളെ കൊണ്ടുവരികയും വരികയും ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയി ആളുകളെ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 79 പേരാണ് ഇപ്പോൾ ഈ പേരൂർക്കട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ളത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 5 പേരെ മാറ്റുകയും ചെയ്തു. ഇതിൽ പോലീസുകാരടക്കമുള്ളവരുണ്ട്. 5 പോലീസുകാർക്കാണ് ഇത്തരത്തിൽ തേനീച്ചയുടെ പരിക്ക് കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ ഒരാളുടെ അവസ്ഥ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിരവധി ആളുകൾ വീണ്ടും ഇപ്പോൾ ചികിത്സയ്ക്കായി എത്തിക്കൊണ്ടുമിരിക്കുന്നു. പലർക്കും ദേഹമാസകലം കടിയേറ്റ അവസ്ഥയിൽ ഉള്ളവരുണ്ട്. പലർക്കും ഗുരുതരമായി തന്നെ അവസ്ഥ മാറുന്നുണ്ട് എന്നുള്ളതാണ്. പലരുടെയും BP കൂടുന്നു. അതേപോലെ തന്നെ അലർജി പ്രശ്നങ്ങളൊക്കെ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ നമ്മളൊപ്പം ഈ സ്ഥലം MLA കൂടെ ചേരുന്നുണ്ട്. VK പ്രശാന്ത് MLA ചേരുന്നുണ്ട്. ഇത് എത്ര മണിക്കാണ് സംഭവം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് അറിയാൻ സാധിക്കുന്നത്. ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണോ ഈ കടന്നൽ കൂടി? അല്ല, ഇപ്പം ഞാൻ നിയമസഭയിലായിരുന്നു. സഭാ സമ്മേളനം നടക്കുമ്പോഴാണ് വിഷയം അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കുന്നത് കളക്ടറേറ്റിന് ബോംബ് ഭീഷണി ഉണ്ടാകുന്നു. തുടർന്ന് പോലീസ് പരിശോധന നടത്തുന്നു. അപ്പോൾ ഈ ജനലിന്റെ ഭാഗത്ത് എവിടെയോ ഇരുന്നതോ അല്ലെങ്കിൽ മാവിലിരുന്നതോ ആയിട്ടുള്ള തേനീച്ചക്കൂടാണ് ഇളകിയത്. ഇത് ആയിരക്കണക്കിന് തേനീച്ചകൾ ഈ ബോംബ് ഭീഷണിയുടെ ഭാഗമായി പുറത്തേക്കിറക്കിയ ആളുകളുടെ മുകളിലേക്ക് വന്ന് ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇവിടെ നിന്ന് പരിശോധിക്കുമ്പോൾ 70ഓളം പേര് ഇവിടെയുണ്ട്. പരിക്ക് ഗുരുതരമല്ല. അതിലൊരു 8ഓളം പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സബ് കളക്ടർ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള സ്വഭാവത്തിലുള്ളവരെയാണ് 8 പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇവിടെയുള്ളവരുടെ കാര്യം ഗുരുതരമല്ല. മരുന്നുകൾ നൽകുന്നുണ്ട്. മറ്റ് മരുന്നുകൾ കുറച്ച് നൽകി അവരെ പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ഗുരുതരമായ പരിക്കുകളല്ല ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും സംവിധാനമുണ്ട്. എല്ലാ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഗുരുതര സ്വഭാവമുള്ളവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോലീസും ആരോഗ്യ സംവിധാനവും ഇവിടെ ഉണ്ട്. മറ്റ് എന്തെങ്കിലും അടിയന്തര ആവശ്യമുണ്ടെങ്കിൽ അതും പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 79ഓളം പേരാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരം ഈ പേരൂർക്കടയിലെ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 5 പേരുടെ അവസ്ഥയാണ് ഇപ്പോൾ ഒരു ചെറിയ ഗണ്യമായ മാറ്റമുള്ളത്. അവരെ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പ്രവേശിച്ചിട്ടുള്ള ഒരാളുടെ അവസ്ഥ അതീവ ഗുരുതരമായി തുടരുന്നുണ്ട്. ആളെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 79 പേര് ഇപ്പോഴും ഒബ്സർവേഷനിലാണുള്ളത്. പലർക്കും അലർജി ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒബ്സർവേഷന്റെ ഭാഗമായി അവരെ കൂടുതൽ കരുതലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിലർക്ക് BP ഇഷ്യൂസ് അടക്കമുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഈ സമയത്ത്, അതായത് മുനിസിപ്പൽ കെട്ടിടത്തിലും അതേപോലെ കെട്ടിടത്തിലുണ്ടായിരുന്ന ആളുകളെ, കളക്ടറേറ്റ് വളപ്പിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ ഏറിയ പങ്കും ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വീണ്ടും ആളുകൾ എത്തിത്തുടങ്ങുന്നുമുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ 200ഓളം ആളുകളായിരുന്നു കളക്ടറേറ്റ് വളപ്പിൽ ഉണ്ടായിരുന്നത്. അവരിൽ പലരും ഇപ്പോൾ ചികിത്സ തേടി പോയിട്ടുണ്ട്. ശരി, ഗൂഗിളിനകത്താണ് വിവരങ്ങൾ നൽകിയത്. ഒരുപാട് പേർക്ക് അല്ലേ 79-80 പേരോളം ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടായി. വലിയ കുഴപ്പങ്ങളില്ലാതെ തീരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ബോംബ് എന്നൊരു ഭീഷണിക്ക് കേട്ട് പോലീസ് പരിശോധിക്കാൻ എത്തിയപ്പോഴാണ് കുറെ ബോംബ് വെട്ടിത്തെറിച്ചൊരു അവസ്ഥ ഉണ്ടായത്. ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അയാൾക്ക് എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ എന്നുകൂടി പ്രതീക്ഷിക്കുകയാണ്. ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.